ഹലോ, നമസ്കാരം. ഇന്ന് പലരും ചോദിക്കുന്ന ഒരു വിഷയമാണ് ദോഷപരിഹാരങ്ങൾ എങ്ങനെ ചെയ്യും. സി ഗ്രഹദോഷങ്ങളാണ് ജാതകപരമായി ബന്ധപ്പെട്ടിട്ട് നമ്മളെ ബാധിക്കുന്ന ദോഷങ്ങളായിട്ട് കണക്കാക്കുന്നത്. ഓരോ ഗ്രഹങ്ങൾക്കും എന്തൊക്കെ തരത്തിലുള്ള ദോഷ പരിഹാരങ്ങൾ ചെയ്യാം. ക്ഷേത്രാചാരങ്ങൾ പ്രകാരം അർച്ചനകളും വഴിപാടുകളൊക്കെ ചെയ്തു പോകുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കാം. എങ്കിലും സാധാരണക്കാർക്ക് വേണ്ടി, അതുപോലെ എല്ലാ ജാതി മതസ്ഥർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഏറ്റവും നല്ല പരിഹാര മാർഗമാണ് ദാനങ്ങൾ. നമ്മൾ സമ്പാദിക്കുന്നതിന്റെ ഒരംശം അർഹതപ്പെട്ടിരിക്കുന്ന ഒരാളുടെ കയ്യിലേക്ക് കൊണ്ടുപോകും. അതിനെ ദാനം എന്ന് പറയുന്നു. ഗ്രഹദോഷങ്ങൾക്ക് നമ്മൾ എന്തൊക്കെ ദാനങ്ങൾ ചെയ്യാം, ആർക്കൊക്കെ നമ്മൾക്ക് ദാനങ്ങൾ നൽകും. പണ്ട് മുതലേ പറയപ്പെടുന്ന വിഷയമാണ് ബ്രാഹ്മണ ദാനം. ഇവിടെ എന്താണ് ബ്രാഹ്മണൻ? ബ്രാഹ്മണൻ എന്ന് പറയുന്നത് കേവലം ഒരു ജാതി വ്യവസ്ഥയുടെ ഭാഗമായിട്ടല്ല ഇവിടെ പറയുന്നത്. ബ്രാഹ്മണൻ എന്ന് ഉദ്ദേശിക്കുന്നുണ്ട് സൽചിന്തകൾ ഉണ്ടാകുന്നവൻ എന്നർത്ഥം. അത് ആരുമാവാം, അതിന് ജാതിയുമായിട്ട് ബന്ധമില്ല. ദാനങ്ങൾ എന്തൊക്കെ? ഇനി ജാതക സംബന്ധമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഉണ്ടായ ദോഷങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, സൂര്യനാണ് നമുക്ക് ജാതകത്തിൽ ദോഷമായ, അതിനുവേണ്ടി നമുക്ക് ഗോതമ്പ് ദാനം ചെയ്യാം. ഇനി ചന്ദ്രനാണെങ്കിൽ ഉണക്കലരി ദാനം ചെയ്യാം. ചൊവ്വയാണ് കടല, തുവര, ഇത് നമുക്ക് ദാനം ചെയ്യാം. ബുധനാണെങ്കിൽ ചെറുപയർ ദാനം ചെയ്യും. വ്യാഴമാണെങ്കിൽ നെല്ല് ദാനം ചെയ്യാം. ശുക്രനാണെങ്കിൽ അരി ദാനം ചെയ്യാം. ശനിയാണെങ്കിൽ ഉഴുന്ന് ദാനം ചെയ്യാം. രാഹു കേതുവാണെങ്കിൽ എള്ള് ദാനം ചെയ്യാം. ഈ ദാനങ്ങൾ എങ്ങനെ ചെയ്യും? നമ്മൾ പതിനായിരങ്ങളും ലക്ഷങ്ങളും ഒന്നും മുടക്കി ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ദാനം ചെയ്യുന്നത് അവനവന്റെ ശക്തിക്കനുസരിച്ചായിരിക്കണം. ഒരു സമുദ്രം കൊടുക്കാൻ കഴിവുള്ളവൻ ഒരു നദി കൊടുക്കുക. ഒരു നദി കൊടുക്കാൻ കഴിവുള്ളവൻ ഒരു തോട്, ഒരു തോട് കൊടുക്കാൻ കഴിവുള്ളവൻ ഒരു കിണർ കൊടുക്കും. ഒരു കിണർ കൊടുക്കാൻ കഴിവുള്ളവൻ ഒരു തൊട്ടി വെള്ളം കൊടുക്കുക. ഒരു തൊട്ടി വെള്ളം കൊടുക്കാൻ കഴിവുള്ളവൻ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുക. ഇതാണ് ദാനത്തിന്റെ രീതി.